ദുരന്തം നടന്നിട്ട് ഇന്നേക്ക് 15 ദിവസമാവുകയാണ്. അപ്പം ഈ ദിവസങ്ങളിൽ അഹോരാത്രം പ്രവർത്തിച്ച കുറേ അധികം സംഘടനകൾ അല്ലെങ്കിൽ അതുപോലെ തന്നെ കുറേ അധികം ഡിപ്പാർട്ട്മെൻറ്റുകളെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അത്തരത്തിൽ ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ഇവിടെ ഫ്യൂവൽ അത് വിവിധ വാഹനങ്ങളിലേക്കായിട്ട് കൊണ്ടുപോവുകയും അത് വിവിധ ഇടങ്ങളിൽ എത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു വാഹനത്തിലായിരുന്നു. അത് തൃശ്ശൂരിൽ നിന്നുള്ള ഒരു പ്രതിനിധിയാണ്. അദ്ദേഹത്തിൻ്റെ വാഹനത്തിലായിരുന്നു കൂടുതലായിട്ടും എത്തിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്കൊപ്പം ഉള്ളത് സിവിൽ ഡിഫൻസ് വളണ്ടിയേഴ്സും അതുപോലെ തന്നെ ഫയർഫോഴ്സിലെ ജീവനക്കാരുമാണ്. അപ്പം ഇവരാണ് സത്യം പറഞ്ഞാൽ ഇത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഫയർഫോഴ്സിലെ ഓഫീസർ, നമ്മളിവിടുത്തെ മൊത്തം കോർഡിനേഷൻ നടത്തുന്ന ഫയർഫോഴ്സിലെ ഓഫീസറാണ്. സാറേ, ഇപ്പം നിങ്ങളെ നമ്മൾ തുടക്കം മുതലേ കാണുന്നതാണ്. അപ്പം നിങ്ങൾക്ക് സഹായിയായിട്ട് കുറേ അധികം ആളുകളുണ്ട് നിങ്ങളെ സഹായിക്കാനായിട്ട്. അപ്പം എന്താണ് ഇപ്പം 15 ദിവസമായി നിൽക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ അപ്പം എങ്ങനെയായിരുന്നു നിങ്ങളുടെ കാര്യങ്ങളൊക്കെ സുഗമമായിട്ട് പോയിട്ടുണ്ടായിരുന്നത്? കൺഫ്യൂഷൻസോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ? നേരത്തെ നമ്മൾ സംസാരിച്ചിരുന്നു. ഞാൻ ഇവിടെ രണ്ടാമത്തെ ദിവസം രാവിലെ ഒരാൾ ഒരു കെറ്റിലിൽ കട്ടൻ കാപ്പിയായിട്ട് വരുന്നു. അപ്പോൾ ആൾ വന്നിട്ട് പറയുന്നു, ഞങ്ങളെ രക്ഷിക്കാനായിട്ട് നിങ്ങളെല്ലാം വന്നതിൽ എനിക്ക് വളരെയധികം നന്ദിയും ഇതുകൊണ്ട് സാർ ഒരു കാപ്പ് ചായ കുടിക്കുമെന്ന് പറഞ്ഞു. അല്ല, ചായയല്ല, കട്ടൻ കാപ്പി കുടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കട്ടൻ കാപ്പി എനിക്കത്ര ഇഷ്ടമല്ലെങ്കിലും ഞാൻ എന്ത് ചെയ്തു, അത് വാങ്ങിക്കുടിച്ചു. അയാളുടെ ആ സ്നേഹത്തിൻ്റെ മുന്നിലും അയാൾ നമ്മളെയൊക്കെ ഒരു രക്ഷകരായിട്ടാണ് കരുതുന്നത്. നമ്മളെ ഈ സിവിൽ ഡിഫൻസ് വാളണ്ടിയേഴ്സിനെയും ഫയർഫോഴ്സിനെയും ആപദാമിത്ര വാളണ്ടിയേഴ്സിനെയും ഒക്കെ. അപ്പം അത് കഴിഞ്ഞു. അപ്പം അദ്ദേഹത്തിൻ്റെയൊക്കെ ഈ ഒരു നമുക്ക് ആദ്യം കിട്ടിയ ഒരു അംഗീകാരം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആ ചായയാണ്. എനിക്ക് തന്നെയല്ല, അയാൾ കേരള ഫയർഫോഴ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സിവിൽ ഡിഫൻസ് ടീമിനും എല്ലാവർക്കുള്ള എൻ്റെ ടീമിനും വെച്ച് നീട്ടിയ ഒരു ചായയാണ്. അയാളുടെ ഒരു അംഗീകാരമാണത്. ആ ചായ ഞാൻ കുടിച്ചു. അപ്പം അന്ന് മുതൽ നമ്മൾ എന്ത് ചെയ്യുക, ആത്മാർത്ഥമായിട്ട് ജീവനക്കാരെ ഡിപ്ലോയ് ചെയ്തിട്ട് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അജേഷ് ഇങ്ങനെ ഒരു ഫോർച്യൂണറുമായിട്ട് വരുന്നു. ഞാൻ അവിടെ നിൽക്കുമ്പോഴാണ്, സാർ എൻ്റെ കയ്യിൽ ഒരു വണ്ടിയുണ്ട്, എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം, എൻ്റെ സ്വന്തം ഫോർച്യൂണറാണ്, ഞാനും ഇവിടെ കാണുമെന്ന് പറഞ്ഞത്. അപ്പം അജേഷിനെ പോലുള്ള ആൾക്കാരാണ് ഇതിൻ്റെയൊക്കെ നമുക്ക് പ്രചോദനം നൽകുന്ന മറ്റൊരു വ്യക്തിത്വങ്ങൾ. അപ്പം എന്തായാലും നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ അജേഷിനോട് തന്നെ ചോദിക്കുക. അജേഷ് ഇവിടെ വന്നിട്ട് ഞാൻ എല്ലാ ദിവസവും കാണുന്നുണ്ട്. വന്നതിന് ശേഷം ആൾ പോയിട്ടേ ഇല്ല. അയാളുടെ സ്വന്തം ഫോർച്യൂണറാണ്. ആ ഫോർച്യൂണർ അയാൾ എന്തിനു വേണമെങ്കിലും ഉപയോഗിച്ചോ, എനിക്കൊരു ബന്ധിയുമില്ല. ഞാൻ അന്നേരം ചോദിച്ചു, ഇതിനകത്ത് ഫ്യൂലൊക്കെ ആയിട്ട് ഇതാവില്ലെന്ന്. പക്ഷേ ആൾ പറഞ്ഞു, അതൊന്നും സാരമില്ല, കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറഞ്ഞു. അജേഷ് ശരിക്കും തൃശ്ശൂർ സ്വദേശി അല്ലേ? എന്താ പ്രൊഫഷൻ എന്താ ശരി? ഞാൻ കളക്ഷൻ നടത്തുന്നുണ്ട് സാർ. 5-6 ബാങ്കിൻ്റെ കളക്ഷൻ നടത്തുന്നുണ്ട്. ഏജൻസി ഓണറാണ് കൂടിയാണ്. ഇപ്പം ഇത് കേട്ടറിഞ്ഞിട്ട് വന്നതാണോ ഇങ്ങനെ ഈ ദുരന്തം പറഞ്ഞിട്ട്? കേട്ടറിഞ്ഞിട്ട് വന്നത് തന്നെയാണ് സാർ. ഞാൻ ഫസ്റ്റ് 30-ാം തീയതി പുലർച്ചെ നമ്മുടെ അവിടെയായിരുന്നു, ചെമ്പുകാവ് കുണ്ടുപാറ നെല്ലങ്കര ഭാഗത്തായിരുന്നു വെള്ളം കയറിയിട്ട്, കഴുത്തിനൊപ്പത്തിന് വെള്ളം കയറിയൊക്കെ ആയിരുന്നു. അവിടെയായിരുന്നു ഈ വണ്ടി. ഞാൻ നമ്മുടെ ഈ ഫയറിൻ്റെ ടീം തന്നെ ഉണ്ടായിരുന്നു അവിടെ. അവരുടെ കൂടെ തന്നെ ആൾക്കാരെ അന്ന് ഉന്തി കൊണ്ടുപോണ ഫയറിൻ്റെ ഒരു ബോട്ടായിരുന്നു. അതിൽ ഉന്തി കൊണ്ടുപോയി അവിടേക്ക് എത്തി വരുന്ന ആൾക്കാരെ കൊണ്ടുവരണമെങ്കിൽ കുറച്ച് ടൈം വരും. അതിൻ്റെ ടൈമിൻ്റെ ഉള്ളിൽ നമ്മൾ വണ്ടി പോയിട്ട് കഴുത്തിനൊപ്പം മുട്ടത്തിൽ വെള്ളത്തിലാണ് ഇത് കയറി വന്നത്. അവിടെ നിന്നാണ് ഞാൻ വർക്ക്ഷോപ്പിൽ പിറ്റേ ദിവസം വണ്ടി വർക്ക്ഷോപ്പിൽ പോയി ഫുൾ കാര്യങ്ങൾ അഴിച്ച് വെള്ളമൊക്കെ കളഞ്ഞ് ഫിൽറ്ററും ഓയിലൊക്കെ മാറി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ വന്നപ്പോൾ എനിക്ക് നമ്മുടെ ഹിന്ദു ഐക്യവേദിയുടെ പ്രസാദ് സാറും രഞ്ജിത്ത് സാറും കൂടിയിട്ടാണ് മേപ്പാടിയിലത്തെ ഇവിടേക്ക് ആക്കി തന്നത്. വിഷ്ണു സാറിനെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത് നമ്മുടെ സബ് കളക്ടർ വിഷ്ണു സാറാണ്. ഈ സാറൊക്കെയാണ് ചോദിച്ചത് എന്നോട് ഇതിൽ എന്തെങ്കിലും. ഞാൻ പറഞ്ഞു, എന്ത് വേണമെങ്കിലും സാറേ, ഇവിടെ എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാന്ന് പറഞ്ഞു. വണ്ടിയിൽ ഓടാനോ എവിടെയെങ്കിലും കല്ല മണ്ണ എന്തായാലും ഓടാൻ ഞാൻ തയ്യാറാന്ന് പറഞ്ഞപ്പോഴാണ് ഫ്യൂല് കയറ്റുമെന്ന് ചോദിച്ചത്. കയറ്റാൻ തയ്യാറാണ്. ഇവിടെയുള്ള ജനങ്ങൾക്ക് ഇത്ര പറ്റിയ ഒന്നുമില്ലല്ലോ സാറേ നമ്മുടെ വണ്ടിയിൽ ഫ്യൂല് കയറ്റിയിട്ട് പോകുന്നത്. അത് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നല്ലോ, മാത്രമുള്ളവരുന്നു. അപ്പം ഈ ആദ്യം ഇവിടെ വന്ന ദിവസം ഇപ്പം നമ്മളിന്ന് 15-ാമത്തെ ദിവസത്തിൽ എത്തി നിൽക്കുകയാണ്. അപ്പം ഇപ്പം വന്ന ആൾക്കാർ ഒരുപക്ഷെ ഇവിടുത്തെ സാഹചര്യം അറിഞ്ഞുകൊള്ളണമെന്നില്ല. അപ്പം അന്നും അപ്പോൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ വാഹനം കുറെ കൂടി എല്ലാ മേഖലയും കയറി ചെല്ലാൻ വേണ്ടിയിട്ട് കുറെ സഹായമായി. ഫസ്റ്റ് ടൈമിൽ എൻ്റെ വാഹനം ശരിക്കും ഉപയോഗപ്പെട്ടു. ഞാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു 30-60 ക്യാനാണ്. ഇപ്പോൾ ജേസി ഇവിടെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ മരം, ഇവിടെ ഈ ഏരിയയിലൊക്കെ മരം കല്ലൊക്കെ വന്ന് കിടക്കുമ്പോഴും സാധാരണ വണ്ടികൾ നമുക്ക് അവിടേക്ക് എത്തിപ്പോലെ വെള്ളാരമലയുടെ മുകളിലേക്കൊന്നും ഒരു വണ്ടിയും കയറി ചെല്ലില്ല. അവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയറിൻ്റെ സാറുമാർ ഇത്രയും വലിയ ക്യാൻ തൂക്കി പിടിച്ചിട്ടാണ് അത്രയും ചെളി കൂടെ നടന്നു പോണത്. എൻ്റെ വണ്ടി അത് ഞാൻ കയറി അറ്റമരടി ഞാൻ കൊടുക്കുന്നതൊക്കെ JCB എല്ലാവരും JCB ഇപ്പോൾ കൺട്രോൾ റൂമിൽ വിളിക്കുന്നതിനും കൂടുതൽ എൻ്റെ മൊബൈലിലേക്ക് വിളിക്കുക. ഡീസൽ കഴിഞ്ഞ് അവിടേക്ക് വന്ന് എന്നെ അവരെ വണ്ടിയുടെ അടുത്തേക്ക് ഞാൻ എത്തിച്ചു കൊടുക്കും. അവരവിടുത്തെ സ്റ്റാഫായാലും അവർക്ക് എടുത്ത് ഇങ്ങോട്ട് വെച്ച് മോട്ടറിൽ ഒഴിക്കുക അല്ലെങ്കിൽ ക്യാനിൽ ഒഴിക്കുക വേണ്ടോ. അങ്ങനെ വർക്ക് എൻ്റെ മനസ്സിൽ വർക്ക് ഒരു ഫോൾട്ടും പറ്റിയില്ല. ഒരു ആൾക്കും ഡീസൽ കഴിഞ്ഞ് ടൈമിൽ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇവിടെ അത്രയ്ക്കും കട്ടയ്ക്കായിരുന്നു നമ്മുടെ ഫയറിൻ്റെ ടീം ഞങ്ങളുടെ കൂടെ. ആ ഇതിൽ നമ്മൾ
നല്ലൊരു സന്തോഷം ഉണ്ട് അവരുടെ കൂടെ. കുറെ സഹായമായി അല്ലേ? തീർച്ചയായിട്ടും ഇന്ന് 3 മാസമായിട്ട് ഞങ്ങൾ അജീഷിൻ്റെ കൂടെ ഉണ്ട്. അജീഷ് ഇങ്ങനെ ഒരു നിസ്സാർത്ഥ സേവനം ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം നന്ദിയുണ്ട്. കാരണം വണ്ടി കയറി പോകാത്ത സ്ഥലങ്ങളിലെല്ലാം അജീഷിൻ്റെ വണ്ടി കയറിപ്പോയിട്ട് എല്ലാം ഒരു വർക്കിനൊരു ഭംഗം വരുത്തതാണ് ഇതുവരെ നടന്നു പോയിട്ട്. അജീഷ് ഉണ്ടായതുകൊണ്ടാണ് ഇത്രയും നല്ല രീതിയിൽ പ്രവർത്തനം ഈ വണ്ടി മാനുവലായിട്ട് നടക്കാൻ സാധിച്ചത്. അപ്പം ഇത്തരത്തിൽ അജീഷിനെ പോലെ കുറെ അധികം ആളുകൾ കഴിഞ്ഞ കുറെ അധികം ദിവസങ്ങളായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അത് ആരും ചാനലുകൾക്ക് മുന്നിൽ വന്നിട്ടോ പത്രത്തിലൊന്നും വന്നത് ഒന്നുമല്ല, അല്ലാതെ തന്നെ കുറെ അധികം ഇത്തരത്തിൽ ആത്മാർത്ഥതയോടുകൂടി ഇവിടുത്തെ ജനങ്ങളെ സഹായിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇത്തരത്തിൽ പലരും പല ജില്ലകളിൽ നിന്നായിട്ട് വന്നിട്ടുള്ളത്. അജീഷ് 3ാമത്തെ ദിവസം ഇവിടെ എത്തിയതാണ്, തൃശ്ശൂർ സ്വദേശിയാണ്, പക്ഷേ ഇതുവരെ തിരിച്ചു പോയിട്ടില്ല. അപ്പോൾ ഇനിയും ഇത് കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് തീരുമാനം. മനു ദാമോദരനൊപ്പം ഷഹദ് റഹ്മാൻ, 24 വയനാട്.